My precious friends, welcome to the presence of God. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. The God who has been with you all these days shall walk with you even into this new year. ഇക്കാലമത്രയും നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ കാത്തുപരിപാലിച്ച് വഴി നടത്തിയ ദൈവം നവവത്സരത്തിലും നിങ്ങളോടൊപ്പം നടക്കും. As Samuel said, ശമൂവേൽ പറഞ്ഞതുപോലെ, the Lord has helped us hitherto. സർവശക്തനായ ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. Yes, we praise him for what he has done. ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. And now we pray for him to lead us into the ഇപ്പോൾ future. ഭാവിയിലേക്ക് നമ്മെ വഴി നടത്തുന്നതിനു വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. And that's why we are here. അതുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. And our family is with us. ഇപ്പോൾ എന്റെ കുടുംബം നമ്മോടൊപ്പമുണ്ട്. I am the happiest man today. ഞാനാകുന്നു ഇന്ന് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ. I don't have to preach all the way. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമേ ഇല്ല. We have 4 other preachers who are going to take over today. ഇന്ന് 4 പ്രാസംഗികർ നമ്മോടൊപ്പമുണ്ട്. And I pray that God will give you 5 times blessing as he gave to Benjamin. ദൈവം ബെന്യാമിന് നൽകിയതുപോലെ 5 മടങ്ങ് അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Okay, let's go for gold first. ഇപ്പോൾ ആദ്യം നമുക്ക് സുവർണാനുഗ്രഹം നേടുവാൻ പോകാം. Dear friends, I wish you a blessed year. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഏവർക്കും ഞാൻ അനുഗ്രഹപ്രദമായ നവവത്സരാശംസകൾ നേരുന്നു. I know in my heart God is going to do mighty things this year. ഈ വർഷം ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നു. Because God says, call upon me and I will show you great and mighty things which you do not know. കാരണം ദൈവം പറയുന്നു, എന്നെ വിളിച്ച് അപേക്ഷിക്കാം, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. From the day one you are going to be used by God mightily. ഒന്നാമത്തെ ദിവസം മുതൽ ദൈവം നിങ്ങളെ അതിശക്തമായ രീതിയിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. Dear friends and servants of God, be encouraged and expect great things to happen this year. പ്രിയ സ്നേഹിതന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾ സന്തോഷിപ്പിൻ. ഈ വർഷം ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുവിൻ. May God's glory be upon you. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. Sam, would you give a new year wish to our partners and friends who are watching? സാം, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പങ്കാളികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്കും നവവത്സര ആശംസകൾ നേരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? Hey guys, welcome to the new year. പ്രിയപ്പെട്ടവരെ, നവവത്സരത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. It's one more year added to our life and added in the kingdom of God. ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിലേക്കും അതുപോലെ തന്നെ ദൈവത്തിന്റെ സാമ്രാജ്യത്തിലേക്കും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. It's a year of God's fulfillment of the things He has promised to fulfill in your life. ദൈവവാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ വർഷമാണിത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഈ വർഷം നിറവേറും. So no matter what the situation looks like, എത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആയിരുന്നാലും ശരി, have faith വിശ്വസിപ്പിൻ. because Jesus still loves you. കാരണം കർത്താവായ യേശുക്രിസ്തു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. And may His love increase in your heart evermore in this new year. യേശുവിന്റെ സ്നേഹം ഈ നവവത്സരത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. ഷാരൺ, നിനക്കെന്താണ് പറയാനുള്ളത്? My friends, it's a great joy to come and wish you a happy 2014 right now. പ്രിയ സ്നേഹിതരെ, 2014ലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് നവവത്സരാശംസകൾ നേരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I just pray that every resolution that you have taken spiritually to grow in the Lord will come true this year. ദൈവത്തിൽ വളരുന്നതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ആത്മീയ തീരുമാനങ്ങളും ഈ വർഷത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നതിനു വേണ്ടി ഞാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. Whatever plans you have made to grow and seek the Lord and pray harder, I pray that you will find Jesus wherever you go and whatever you do. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനു വേണ്ടി നിങ്ങൾ എടുക്കുന്ന സകല ഉദ്യമങ്ങളും വിജയിക്കുന്നതിനും നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും യേശുവിനെ കാണുവാൻ സാധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. So stay strong and Jesus loves you. ആകയാൽ സ്ഥിരതയോടെ ദൈവത്തിൽ നിലനിൽക്കുവിൻ. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. All right, Stella Ramola, sweetie. ശരി, സ്റ്റെല്ല റമോള, സ്വീറ്റി, നിനക്കെന്താണ് പറയുവാനുള്ളത്? I wish you all a very happy new year and may God be with you throughout this year. നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ നേരുന്നു. നവവത്സരം സന്തോഷത്തിന്റെ വർഷമാകട്ടെ. ഈ വർഷം മുഴുവൻ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. May God fulfill the desires of your heart this year and may God bless you. ഈ വർഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
That was like Pastor Sweetie. അത് പാസ്റ്റർ സ്വീറ്റിയുടെ സന്ദേശം പോലെയുണ്ട്. There was a little girl who used to listen to your songs. നിന്റെ ഗാനങ്ങൾ എല്ലായ്പ്പോഴും കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു ബാലികയുണ്ടായിരുന്നു. And she never met you. അവൾക്കൊരിക്കലും നിന്നെ കാണുവാൻ സാധിച്ചിരുന്നില്ല. So every time the father would switch on the DVD or the CD player, ആകയാൽ ഓരോ സമയത്തും അവളുടെ പിതാവ് DVD അല്ലെങ്കിൽ CD പ്ലെയർ ഓൺ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ she would say, "Daddy, play me Pastor Sweetie songs." ഡാഡി പാസ്റ്റർ സ്വീറ്റിയുടെ ഗാനങ്ങൾ എനിക്ക് കേൾക്കണം, അത് വെച്ചു തരുമോ? That's why God has made you to bless people today. അതുകൊണ്ടാണ് ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം ഇന്ന് നിന്നെ പ്രാപ്തയാക്കിയിരിക്കുന്നത്. Well, let's listen to a beautiful song and we'll be back again. ശരി, ഇപ്പോൾ നമുക്ക് മനോഹരമായൊരു ഗാനം കേൾക്കാം. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരാം. Welcome back, dear friends. It's a great joy for us to pray together as we enter into this new year. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഈ നവവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. Well, we had the New Year wishes. Now we'll have the New Year blessing. അതെ, ഇതുവരെയും നവവത്സരാശംസകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇനി നവവത്സരാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുള്ള സമയമാണ്. Oh, who is going to take it? ആദ്യം ആരാണ് സംസാരിക്കുവാൻ പോകുന്നത്? Sharon? ഷാരൻ, നീ തയ്യാറാണോ? Jeremiah 29:11. യിരെമ്യാവിന്റെ പുസ്തകം 29:11 വാക്യം. I know the plans I have for you, declares the Lord. നിങ്ങൾക്കായുള്ള നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. Plans to prosper you and not to harm you. അവ നന്മയ്ക്കുള്ള നിരൂപണങ്ങളത്രേ, തിന്മയ്ക്കുള്ളവയല്ല. This is one of my favorite verses. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന വേദവാക്യമാണിത്. And I can tell you that the Lord, whatever the Lord has planned in your life, will come true. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നുവോ അതെല്ലാം യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങളോട് പറയുവാൻ എനിക്ക് കഴിയും. I know that His plans for you will be the greatest. നിങ്ങൾക്കായുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മഹത്തായ പദ്ധതികളാണെന്ന് എനിക്കറിയാം. And when you go by what the Lord has planned for you and not take the plans that you have planned for yourself, നിങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കാതെ ദൈവത്തിന്റെ പദ്ധതികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ He will take you to greatness. ദൈവം തീർച്ചയായും നിങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കും. So this new year, ആകയാൽ ഈ നവവത്സരത്തിൽ
Let's pray together that the Lord will take you to greatness, ദൈവം നിങ്ങളെ മഹനീയ സ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നതിനു വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. to higher places and to deeper places. ദൈവം നിങ്ങളെ അനന്തമായ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ. Well, ശരി, we believe in that verse. God has plans for us. ദൈവം നമുക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു എന്ന വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. But people ask, how do I find those plans? എന്നാൽ ആ പദ്ധതികൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. How do I walk into those plans? ഞാൻ ആ പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കുന്നത് എങ്ങനെ? What is your experience? Would one of you share that? നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളിലൊന്ന് വിശദീകരിക്കാനാവുമോ? When God says something or shows us something, He does perfect it. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ കാണിച്ചു തരുമ്പോൾ ദൈവം തന്നെ അത് നിറവേറ്റും. I've definitely seen His plans, which He's spoken to me directly, even in my heart, or through my parents or my grandparents, just come true. ഞാൻ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവം നേരിട്ടും എൻ്റെ മാതാപിതാക്കൾ മുഖാന്തരവും എൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കൾ മുഖാന്തരവും എന്നോട് സംസാരിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. Even the smallest things, like people used to say, you have your grandfather's voice or you have your grandfather's anointing. നിസ്സാരമായ കാര്യങ്ങൾ പോലും നിറവേറിയിട്ടുണ്ട്. ജനങ്ങൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിനക്ക് നിന്റെ മുത്തച്ഛന്റെ ശബ്ദവും അഭിഷേകവും ലഭിച്ചിട്ടുണ്ടെന്ന്. And I used to think, wow, really? And because a lot of people were saying it, I was amazed. ധാരാളം ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. After I started releasing CDs, people used to say, you have the Carnatic style, you have the modulation of your grandfather in every song, and you just sound like him. പിന്നീട് ഞാൻ ഗാനങ്ങൾ ആലപിച്ച് സീഡികൾ പുറത്തിറക്കുവാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ എന്നോട് പറഞ്ഞു, നീ കർണാട്ടിക് സ്റ്റൈലിലാണ് പാടുന്നത്, നിനക്ക് നിന്റെ മുത്തച്ഛന്റെ ആലാപന ശൈലിയുണ്ട്. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. This is just a small thing, but it shows that what God speaks to us, what plans He has for us, will come true in our lives. ഇത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ദൈവം നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്നതിന് തെളിവാണിത്. He's faithful to fulfill the smallest desires of our heart, and the desires He puts in our heart are His plans. നമ്മുടെ ഹൃദയത്തിലെ നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ. Apart from this, I want to share something which God put in my heart. ഇതിനു പുറമെ ദൈവം എന്റെ ഹൃദയത്തിൽ ഉണർത്തിയ ഒരു ചിന്ത കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's one more year into when we're waiting for the coming of Jesus നാം Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയിരിക്കുന്നു. We've read a lot of signs that will happen before Jesus comes. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനു മുൻപ് അനേകം അടയാളങ്ങൾ സംഭവിക്കുമെന്ന് നാം വായിച്ചിട്ടുണ്ട്. And I know you and I are excited and are waiting for all of these things to happen because so much God has promised. ഈ അടയാളങ്ങളെല്ലാം സംഭവിക്കുന്നതിനു വേണ്ടി നിങ്ങളും ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ദൈവം ധാരാളം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. He's promised a revival, a filling of His Spirit throughout the world. ലോകം മുഴുവനും പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ട് വലിയ ഉണർവ് ഉണ്ടാക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. And we're eager to see what the last days are like. അന്ത്യകാലം എപ്രകാരം ഇരിക്കുമെന്ന് കാണുവാൻ നിങ്ങളും ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. Of course, the most important thing is for Him to come, and we're waiting for Him. യേശു രണ്ടാമതും വരിക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നാം അതിനുവേണ്ടി കാത്തിരിക്കുന്നു. But the thing I want to say is that God has shared so many promises, especially about your life to ഞാൻ you. പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ദൈവം നിരവധി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. And it's time for us to pray for these promises to be fulfilled in our life. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. He just asked me to pray for the promises in my life for it to be fulfilled because He has spoken a lot. എന്റെ ജീവിതത്തിൽ ദൈവം നിരവധി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അവ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. So God speaks through prophecy about His plans for us. ആകയാൽ നമുക്കായുള്ള പദ്ധതികളെക്കുറിച്ച് ദൈവം പ്രവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. But then we have to pray every day, Lord, let Thy will be done. എന്നാൽ അനുദിനവും ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. Then God Himself leads us into that plans of God. പിന്നീട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം തന്നെ നമ്മെ നയിക്കുന്നു. And it happens exactly as God wants us to have from നാം Him. ദൈവത്തിൽ നിന്ന് എപ്രകാരം അത് സ്വന്തമാക്കണമെന്നതിനനുസരിച്ച് തന്നെ അത് സംഭവിക്കുന്നു. That's wonderful. അത് അത്ഭുതകരമാണ്. All right, sweetie. ശരി സ്വീറ്റി, നിനക്ക് എന്താണ് പറയുവാനുള്ളത്? According to this verse, Psalm
32:8. സങ്കീർത്തനങ്ങൾ 32:8 പ്രകാരം It says, I will instruct you and teach you in the way you should go. ആ വചനം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു I തരും. will counsel you and watch over you. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. So if anyone is struggling with their studies, God will help them to excel. ആകയാൽ ആരെങ്കിലും പഠിക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സർവശക്തനായ ദൈവം പഠനത്തിൽ ശോഭിക്കുവാൻ അവരെ സഹായിക്കും. When you pray before you study any subject, നിങ്ങൾ ഏതൊരു വിഷയം പഠിക്കുമ്പോഴും പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ God will make you excel in that subject. തീർച്ചയായും ആ വിഷയത്തിൽ ശോഭിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. And He will give you good marks. ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. And have you tried it? നീ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടോ? Yes. Whenever I pray before I study anything before an exam, ഞാൻ പരീക്ഷയ്ക്ക് മുൻപ് എന്തെങ്കിലും പഠിക്കുമ്പോൾ അതിനു മുൻപ് പ്രാർത്ഥിക്കും. He helps me understand it quicker and easier. അപ്പോൾ ആ വിഷയം അതിവേഗത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുവാൻ ദൈവം എന്നെ സഹായിക്കും. And so it's easy for me to write it in the exam. പിന്നീട് പരീക്ഷയ്ക്ക് അതെല്ലാം എഴുതുവാൻ എനിക്ക് വളരെ എളുപ്പമായി തോന്നാറുണ്ട്. When you came to the US, you were tested in the school, isn't നീ it? അമേരിക്കയിലേക്ക് വന്നപ്പോൾ അവർ സ്കൂളിൽ നിനക്ക് ഒരു ടെസ്റ്റ് വെച്ചു. Can you say something about that? ആ ടെസ്റ്റിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയുവാൻ സാധിക്കുമോ? I didn't know what they were going to test me about. അവർ എന്ത് ടെസ്റ്റാണ് വെക്കുവാൻ പോകുന്നതെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. So I just prayed and I just started writing the test they gave me. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് നൽകുവാൻ പോകുന്ന ടെസ്റ്റിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. After I finished the test, ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം they said, you did a very good job. We didn't expect you to do this well. അവരെന്നോട് പറഞ്ഞു, നീ ടെസ്റ്റ് വളരെ നന്നായി ചെയ്തിരിക്കുന്നു. നീ ടെസ്റ്റിൽ ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. And all the subjects I was put in on. കൂടാതെ സകല വിഷയങ്ങളിലും ശോഭിക്കുവാനും ഉന്നത വിജയം കരസ്ഥമാക്കുവാനും എനിക്ക് സാധിച്ചു. And you went 1 year ahead. നീ ഒരു വർഷം മുന്നോട്ട് പോയി. അതെ, നിനക്ക് ഒരു വർഷം മുന്നോട്ട് പോകുവാൻ സാധിച്ചു. So God helped you. ആകയാൽ ദൈവം നിന്നെ സഹായിച്ചു. Would you pray for the young people who are watching? For ഈ God, പരിപാടി കാണുന്ന യുവജനങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമോ? for God to fulfill His plans in their lives? ദൈവം അവരുടെ ജീവിതത്തിൽ തന്റെ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടി Lord, I pray that you will help every young person, Lord. ദൈവമേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സകല യുവജനങ്ങളെയും അങ്ങ് സഹായിക്കണമേ. I pray that you will give them wisdom and knowledge, Lord. അവർക്കങ്ങ് പരിജ്ഞാനവും ജ്ഞാനവും നൽകുന്നതിന് വേണ്ടി ഞാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. I pray that you will help them when they study each subject, Lord, ദൈവമേ, ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോഴും അങ്ങ് അവരെ അത്യധികം സഹായിക്കണമേ. and give them the confidence when they write their exams. പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും അങ്ങ് നല്ല ആത്മവിശ്വാസം നൽകണമേ. Teach them what they should study. അവർ പഠിക്കേണ്ടത് എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണമേ, അവരെ പഠിപ്പിക്കണമേ. Let your wisdom come upon them, ദൈവമേ, അങ്ങയുടെ അതുല്യമായ ജ്ഞാനം ഇവരുടെ മേൽ വന്ന് ആവസിക്കട്ടെ. and let them excel in their class. അവർ അവരുടെ ക്ലാസുകളിൽ ശോഭിക്കട്ടെ. Let them give you all the glory. അവർ അങ്ങേക്ക് സകല മഹത്വവും കരേറ്റട്ടെ. Lord Jesus, be with them and help them in any major exam they might have coming up. യേശുവേ, അവരോടൊപ്പം ഇരുന്ന് അവർ എഴുതുന്ന സകല പരീക്ഷകളിലും അവരെ സഹായിക്കണമേ. Show them what they should learn, അവർ എന്താണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമായി അങ്ങ് അവർക്ക് കാണിച്ചു കൊടുക്കണമേ. and let them come out with flying colors. അവർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിജയ ശ്രീലാളിതരാകട്ടെ. In your name we pray. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My friend, we want to help you to pray and pray with you. So please call the prayer tower. The number is on the screen and there's somebody to help you. In the meantime, here's an important message and we'll be right back to finally pray and close this. പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രാർത്ഥനാ ഗോപുരങ്ങളുമായി ബന്ധപ്പെടുവിൻ. ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. My precious friend, God's word is a lamp unto our path. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ദൈവത്തിന്റെ വചനം നമ്മുടെ പാതയ്ക്കൊരു ദീപമാകുന്നു. The Lord is willing to instruct us and show us the way that we should go every day.
അനുദിനവും നമ്മെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. As we walk in it, we have miracles that the Lord wants to give us following us. നാം ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മെ And we are പിന്തുടരുന്നു. protected from the devil. നാം പിശാചിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും For this ചെയ്യുന്നു. we have put the Bible portion that you need to read every day in a table calendar that we have prepared for you. അതിനുവേണ്ടി അനുദിനവും നിങ്ങൾ വായിക്കേണ്ട വേദഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കായി ഒരു ടേബിൾ കലണ്ടറിന് ഞങ്ങൾ രൂപം And also നൽകിയിട്ടുണ്ട്. the promise for the day is there. കൂടാതെ ആ ദിവസത്തേക്കുള്ള ദൈവവാഗ്ദത്തവും അതിൽ Please ഉൾപ്പെടുത്തിയിരിക്കുന്നു. ask for it, get it, and be blessed this year. ദയവായി ഇത് ചോദിച്ചു വാങ്ങി ഈ വർഷം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവിൻ. My precious friends, we are back again. എന്റെ പ്രിയ സ്നേഹിതന്മാരെ, ഞങ്ങൾ വീണ്ടും തിരികെ വന്നിരിക്കുന്നു. The Lord told me that this year will be a year of His glory coming upon His servants. ദൈവം എന്നോട് പറഞ്ഞു, ഈ വർഷം ദൈവത്തിന്റെ മഹത്വം തന്റെ ദാസന്മാരുടെ മേൽ വന്നുദിക്കുന്ന വർഷമായിരിക്കുമെന്ന്. Every time the temple was dedicated, God's glory came down. ഓരോ സന്ദർഭത്തിലും ദൈവത്തിന്റെ ആലയം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ വന്ന് In ആവസിച്ചു. the tabernacle, in Solomon's temple, it was so. സമാഗമന കൂടാരത്തിൽ ശലോമോന്റെ ദേവാലയത്തിൽ അതായിരുന്നു സ്ഥിതി. This year you will see the glory of God. ഈ വർഷം നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മഹത്വം കാണും. And one side it will bring sanctification to His servants. ഒരു ഭാഗത്ത് ദൈവമഹത്വം ദൈവദാസന്മാർക്ക് വിശുദ്ധീകരണം നൽകും. On other side it will bring righteous rulership from now on in the nations of the world. മറുഭാഗത്ത് ദൈവത്തിന്റെ മഹത്വം ലോകരാജ്യങ്ങളിൽ നീതിയുള്ള ഭരണകൂടങ്ങളെ നിയമിക്കും. And peace will come amongst the nations. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകും. Prosperity will increase. സമൃദ്ധി അനുദിനവും വർദ്ധിക്കും. And doors will open for the gospel to be preached the final time from now on. ഇപ്പോൾ മുതൽ അന്ത്യകാലത്ത് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനു വേണ്ടി പുതിയ വാതിലുകൾ തുറക്കപ്പെടും. And Israel will begin to be prepared for His coming. ഇസ്രായേൽ കർത്താവിന്റെ രണ്ടാം വരവിനു വേണ്ടി ഒരുക്കപ്പെടുവാൻ തുടങ്ങും. Now we want to pray with you as a family that God's glory will come upon you and build you into temples of His glory. ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വന്ന് ഉദിക്കുന്നതിനും നിങ്ങളെ ദൈവം ദൈവാലയമായി മാറ്റുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Evangeline, would you pray? ഇവാഞ്ചലിൻ, ദയവായി നീ പ്രാർത്ഥിക്കുമോ? Our loving Heavenly Father, Lord, pour out your glory upon your people, Lord. പിതാവേ, അങ്ങയുടെ മഹത്വം അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങ് ചൊരിയണമേ. Father, we feel your presence this year, Lord. പിതാവേ, ഈ വർഷം ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. Lord, let your mighty presence come upon your people, Lord. പിതാവേ, അങ്ങയുടെ അതുല്യവും അതിശക്തവുമായ സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ മേൽ വന്ന് ആവസിക്കട്ടെ. Father, we need your spiritual blessings, Lord. പിതാവേ, അങ്ങയുടെ ആത്മീയ അനുഗ്രഹങ്ങൾ അളവില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. Fill every one of us with your richest blessings. ദൈവമേ, അങ്ങയുടെ അതിസമ്പന്നമായ അനുഗ്രഹങ്ങളാൽ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. You are the one who gives us the finest things in this world. ദൈവമേ, ഈ ലോകത്തിൽ ഏറ്റവും മേത്തരമായ അനുഗ്രഹങ്ങൾ നൽകുന്നത് അങ്ങാകുന്നു. We receive it this year, Lord Jesus. ഈ വർഷം ഞങ്ങൾ ആ അനുഗ്രഹങ്ങൾ അങ്ങിൽ നിന്ന് പ്രാപിക്കുന്നു. Lord, use us this year. ദൈവമേ, ഈ വർഷം ഞങ്ങളെ അത്യധികമായി ഉപയോഗിക്കണമേ. Use us mightily in Jesus' name. യേശുവിന്റെ നാമത്തിൽ അതിശക്തമായി ഉപയോഗിക്കണമേ. Amen. ആമേൻ. My friends, we all wish you a very blessed year. May God's presence be with you. നിങ്ങൾക്കേവർക്കും ഞങ്ങൾ നവവത്സരാശംസകൾ നേരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.